അക്കാണും മാമലയെന്നും നമ്മുടെതെല്ലൻ മകനെ, ഇക്കായൽ കരയും കരയും ആരുടേതുമല്ലൻ മകനെ. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീയരിയും കുരലും ചങ്കും എല്ലാരുടെയും പൊന്മകനെ. ഞാൻ ഈമ്പിയ ചാറും ചവരും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനെ. എന്താണെങ്കിലും നമ്മുടെ അൻവറിക്ക അബൂക്കാനോടേക്ക് കാര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഭയങ്കര പരിതാപകരാട്ടോ. അതായത് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സങ്കല്പങ്ങളും എന്തൊക്കെയോ വിചാരിച്ചങ്ങോട്ട് വന്ന് അവസാനം ഒരു എന്താ പറയുക, ഒരു തൂവലിൻ്റെ ഒരു കരിഞ്ഞ തൂവലിൻ്റെ വില പോലില്ലാത്തൊരവസ്ഥയായിപ്പോലെ എൻ്റെ അബൂക്കാങ്ങക്ക്. നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ നിങ്ങളെ വെറും പെരട്ടച്ചങ്കനാക്കി അങ്ങ് മാറ്റി. പറഞ്ഞ വാക്കിനും നിങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരു സൂചിയുടെ വില പോലും നിങ്ങൾ നൽകിയില്ല. അങ്ങോട്ട് തേച്ച് പരത്തി ഒട്ടിച്ചങ്ങോട്ട് തേച്ച് നിലത്ത്. പക്ഷെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇപ്പോഴും, നിങ്ങളെക്കൊണ്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറയിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് അബൂക്ക നിങ്ങളുടെ ഹൈലൈറ്റ്. സത്യം കോൺഫിഡൻസ് കാണിച്ചേ പറ്റും നമുക്ക്. തിരിച്ച് കോൺഗ്രസിലോട്ട് വരാൻ നിങ്ങളുടെ പടി അടുപ്പിക്കില്ല. രാഹുൽ ഗാന്ധിൻ്റെ പിതൃത്വം വരെ സംശയിച്ച നിങ്ങൾക്ക് അത്രയും ചെറ്റ വർത്താനം തൊള്ളേന്ന് വന്ന് നിങ്ങൾക്ക് തിരിച്ച് കോൺഗ്രസിലോട്ട് വരാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ പാർട്ടിയാണെങ്കിൽ അതായത് ചെരുപ്പിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച ബബിൾക്കത്തിൻ്റെ വില പോലും നിങ്ങൾക്ക് നൽകിയില്ല. സത്യം ആ ബബിൾക്കം പോലും നമ്മൾ കുത്തിങ്ങനെ പുറത്തോട്ട് കളയുന്ന ആ ഒരു വില പോലും എൻ്റെ അബൂക്ക അങ്ങ് കിട്ടിയില്ലല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ. നിങ്ങളുടെ പിണറായിച്ചൻ നിങ്ങളുടെ അമ്മോഷൻ നിങ്ങളുടെ പിണറായിച്ചൻ നിങ്ങളുടെ അങ്ങോട്ട് തേച്ച് ഒട്ടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വില ഉള്ളൂ. നമ്മുടെ മരുമോനും നമ്മുടെ ശശിമാരെന്ന് ഒരുപാട് ശശിമാരാണ്. പി ശശി, പി കെ ശശി, ആ ശശി, ഈ ശശി എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഒന്നും വിലയുടെ ഇവരൊക്കെ രാവിലെ അപ്പിയിടുന്ന അപ്പിയുടെ വില പോലും നമ്മുടെ അമ്പൂക്ക കിട്ടിയില്ല. അതാണ് അവസ്ഥ. ഇപ്പം കരയാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ അമ്പൂക്ക. എന്തൊരു അവസ്ഥയല്ലേ നിങ്ങളുടെ. ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു വന്നിട്ട് ആരായിരുന്നു പറ. KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊന്നും CM പറഞ്ഞതിലൊരു തെറ്റില്ല. CM പിന്നെ എന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CM-ന് കൂടെ കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞു. എന്താ അവസ്ഥ നിങ്ങളത്? ഇനി എന്ത് നാണം കെടാനുള്ളത്? സ്വർണ്ണക്കടത്തായിട്ടും പോലീസിൻ്റെ കള്ളക്കടത്തായിട്ടും സകലമാന പരിപാടികൾ നിങ്ങൾ പുറത്തിട്ടിട്ടും നമ്മുടെ പിണറായിച്ചൻ വിട്ടുകൊടുത്തോ? ഇതിലേതെങ്കിലും ഒരാളെ വിട്ടുകൊടുക്കാൻ നമ്മുടെ പിണറായിച്ചൻ തയ്യാറായോ? പറ്റില്ല. പറയാൻ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന മറ്റേ ആലിബാബയിലെ 41 കള്ളന്മാരുടെ ഹെഡ് നമ്മുടെ ഇരട്ടച്ചങ്ങനായതുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒരു സാമ്രാജ്യം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. പാർട്ടിക്കാരോണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയ പോലെ, ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തോട്ട് പാർട്ടിയില്ല. അണികളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കിടന്ന് ആണിയിട്ട് പറഞ്ഞോ, പക്ഷേ ഞാൻ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നും പറയാനില്ല. അത് കേട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ. ആകെ കേരളത്തിൽ മാത്രമേ ഈ പാർട്ടി ബാക്കിയുള്ളൂ. അതും കൂടെ ഈ പറഞ്ഞ ചങ്കിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടി വെറും തീട്ടമായിട്ട് പുറത്തോട്ട് വരും കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ. അതാണ് നമ്മുടെ പിണറായിച്ചൻ പുള്ളി പറഞ്ഞ വേർഡ്സ് എന്ന് എത്ര വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ഞാൻ പടച്ചോൻ, എൻ്റെ തല, എൻ്റെ കാല്, എൻ്റെ വാല്, എൻ്റെ ഉടല്, എൻ്റെ കൈ, എൻ്റെ മുഖം, എൻ്റെ ചിരി, എൻ്റെ പല്ല്, എൻ്റെ മൂക്ക്, അതിൻ്റെ അപ്പുറത്തോട്ട് പാർട്ടി ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എവിടെയാണ് ഈ പാർട്ടി ബാക്കിയുള്ളത്?
ആകെ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. അതും കൂടെ എൻ്റെ വാലിൽ കെട്ടിത്തൂക്കിയിട്ട് നടക്കണം എന്ന് പറഞ്ഞ നിങ്ങളുടെ ചങ്കൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നാണല്ലാണ്ട് തൂങ്ങിപ്പിടിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതാണ് നിങ്ങളുടെ പാർട്ടി. ഇതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ. അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലൊന്നും പുറപ്പെടണ്ട. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലൊന്നും പുറപ്പെടണ്ട. കോൺഗ്രസ് എന്ന് വന്നു കഴിഞ്ഞാൽ സത്യം മാത്രം പറയാന്നുള്ള പേടി തനിക്കുണ്ടോ? നിന്റെ EMS നമ്പൂതിരിപ്പാട് ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിരുന്നത് നിനക്ക് ഇച്ചിരിയെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നോ? കോൺഗ്രസ് നിന്നായിരുന്നു. PCC പ്രസിഡന്റും PCC മെമ്പറും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ EMS നമ്പൂതിരിപ്പാട്. അപ്പം കോൺഗ്രസ് നിന്ന് വന്നു കഴിഞ്ഞാലേ വായിന്ന് സത്യം വരുമോ എന്നുള്ളത് നിനക്ക് തോന്നിയോ? അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരം നിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നിന്റെ പോലീസുകാർ, നിന്റെ ആഭ്യന്തരം, ഇതിനൊക്കെ വിത്ത് തെളിവോടുകൂടി ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാർട്ടിനനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ മറ്റേ എന്താ പറയുക ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, മറ്റേ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി ത്രൂ അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പോയില്ലേ? അത് നമ്മൾ പാർട്ടി ഈ പറഞ്ഞ കമ്മിറ്റികളൊക്കെ കയറി വരണം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളതല്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് പറയാനുണ്ടല്ലേ? നിങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ത് സംസാരിക്കാനാ? അയാളല്ലല്ലോ കേസ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ അൻവർ അങ്ങോട്ട് കേസ് അങ്ങോട്ട് മറ്റേ മേലെ കൊണ്ട് കൊടുത്താലും ഈ പറഞ്ഞ നിങ്ങളുടെ മറ്റേ പാവകൾ മാത്രമാണല്ലോ പോലീസിലുള്ളത്. പിന്നെ എന്ത് നടക്കാനാ? പിന്നെ അറ്റ്ലീസ്റ്റ് പുള്ളിയും പറഞ്ഞ 4 പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് നാട്ടുകാർക്കെങ്കിലും മനസ്സിലായി. അതല്ല നിങ്ങൾ ഈ പറഞ്ഞ ഓൺ ത്രൂ വഴി കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ വെറും പേപ്പറിൽ എഴുതി അവിടെ കിടന്നേനെ. എന്താണെങ്കിലും ഈ ഒരു പെരട്ട ചങ്കുള്ളത് കൊണ്ട് നിങ്ങൾ പിടിച്ചേക്കാൻ പറ്റും. അല്ലാണ്ട് നിങ്ങളുടെ കഴിവ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കഴിവ് കേട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. കഷ്ടം നിങ്ങളെ കയ്യിലൊരു നാട് ഭരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യത്തിൽ പ്രത്യാശ നമുക്കെല്ലാം ഉണ്ട്. അതായത് നിങ്ങളുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ അവസാനത്തെ ഭരണം, അവസാനത്തെ നേതാക്കന്മാരും അവസാനത്തെ മുന്നണിയും അവസാനത്തെ കൂട്ടക്കാരുമായിട്ട് ഇതോടുകൂടി ഈ ഒരു പ്രസ്ഥാനം അമർന്ന് ഇല്ലാണ്ടായി പോകുന്നുള്ളതിനുള്ള എല്ലാ പരിപാടികളും കുഴി തോണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഇപ്പോഴത്തെ മരുമോനും അമ്മോശനും മാമനും ചേട്ടനും ചേച്ചിമാരും എല്ലാവരും കൂടെ. കഷ്ടം.